ഗുഡ് ഈവനിങ് ആൾ. ഇന്നലെ ഞാൻ വിചാരിച്ചു 5:30 ആകുമ്പത്തേനും റെഡി ആവായിരിക്കും എന്ന് വിചാരിച്ചു. ഒട്ടും വയ്യായിരുന്നു. 7 മണിക്കാണെങ്കിൽ ഫ്രീ സെഷൻ ഉണ്ടായിരുന്നു. അതെങ്ങനെയൊക്കെയോ എടുത്ത് തീർക്കും അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഓക്കെ, നമ്മൾ ഇന്ന് പോസിറ്റീവ് ആണ്, നാളെ എൻവയോൺമെന്റിലാണ്. അപ്പോ ഈ സാറ്റർഡേ മിക്കവാറും ഞാൻ കൗൺസിലിംഗ് ആയിരിക്കും എടുക്കുക. പോസിറ്റീവിന്റെ ഒരു സെഷനാണ് പെൻഡിങ് വരിക. അതേതെങ്കിലും സാറ്റർഡേ സൺഡേ നമുക്ക് എടുത്തു തീർക്കാം. നമ്മൾ എത്തിയിരുന്നത് 10ാമത്തെ ചാപ്റ്റർ ഓപ്റ്റിമിസം ആൻഡ് ഹോപ്പ് ആണ്. അതില് ഹോപ്പാണ് നമുക്ക് ഇനി എടുക്കാനുള്ളത്. ഹോപ്പ് അല്ലെ, പോസിറ്റീവ് സൈക്കോളജിയിലെ വൺ ഓഫ് ദി മെയിൻ ആണ് ഹോപ്പ്, പ്രതീക്ഷ അല്ലെ. നാളെ പറ്റി ഇന്നൊരു പ്രതീക്ഷ ഇല്ലെങ്കിൽ നാളെ നമുക്ക് ജീവിക്കാൻ തോന്നുമോ അല്ലേ? നോക്കാം നമുക്ക്. Hope involves positive feeling like optimism, but it's also a cognitive motivational state that comprises an individual's belief about self and one's action that shapes attainment of desirable result. ശരിക്കും ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ് ഒപ്റ്റിമിസം പോലെ, പക്ഷെ ഒരു കോഗ്നിറ്റീവ് മോട്ടിവേഷൻ സ്റ്റേറ്റ് കൂടി വരുന്നുണ്ട്. അതായത് സെൽഫിനെ പറ്റിയും നമ്മുടെ ആക്ഷനെ പറ്റിയും അതുപോലെ തന്നെ ഡിസൈറബിൾ റിസൾട്ട് കിട്ടും എന്നുള്ളൊരു എന്താണ് അതിനനുസരിച്ചിട്ടായിരിക്കും, അതായത് ഡിസൈറബിൾ റിസൾട്ട് കിട്ടും എന്നനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ആക്ഷനും അതുപോലെ നമ്മുടെ ബിലീഫ് അബൌട്ട് സെൽഫും അല്ലെ. യുദ്ധത്തില് കയ്യും കാലം നഷ്ടപ്പെട്ടവന് അവന് എന്താ ഡിസൈറബിൾ റിസൾട്ട് എന്തെങ്കിലും ഇനിയും ജീവിക്കാം എന്നൊരു ബിലീഫ്, സെൽഫിനെ പറ്റി ബിലീഫ്, അതിനനുസരിച്ച് ലോട്ടറി കച്ചവടങ്ങളും ചെയ്യാം. ഹോപ്പ് എന്ന് പറയുന്നത്. Okay, Smeader 2000 believe hope to be a multi-dimensional concept which can act both like a stable personality trait and a contextual state. കണ്ടോ, സ്പീഡർ പറയുന്നത് ഒരു മൾട്ടി ഡയമെൻഷൻ, ഒറ്റ ഡയമെൻഷൻ അല്ല, മൾട്ടി ഡയമെൻഷൻ ആണ്. അതൊരു സ്റ്റേബിൾ പേഴ്സണാലിറ്റി ട്രൈറ്റ് ആയിട്ട് പറഞ്ഞാൽ ഭയങ്കര ഹോപ്പുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റൽ ആയിട്ട് വരാം. ഒരു സംഭവം കാരണം, അതായത് യുദ്ധം കഴിഞ്ഞിട്ടുള്ളവർക്ക് അല്ലെ കോണ്ടെക്സ്റ്റൽ വരാം. As a tribe, people can have individual difference in extent to which they possess the tribe. Kano, tribe prakaram people have a individual difference ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ എക്സ്റ്റെന്റിലായിട്ട് ഹോപ്പ് ഉള്ളത് ഉണ്ടാവാം. People high on hope are thought to use different means to reach their goals. കാരണം ഹൈ ഹോപ്പ് ഉള്ള ഡിഫറെന്റ് മീൻസ് ആണ് ഗോൾ അറ്റൈൻ ചെയ്യാൻ നോക്കാം. They have more clarity about the alternate routes and are more likely to have strong belief about accomplishing their goals as compared to people who are low on hope. കണ്ടോ, ഹൈ ഹോപ്പ് ഉള്ളവർക്ക് അവർക്ക് പല രീതി കണ്ട് അവർ ഗോളിലേക്ക് എത്താൻ അവർക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ട്. ആൾട്ടർനേറ്റ് റൂട്ട്സ്, അതായത് ഒരു റൂട്ടിൽ കൂടെ പോയി തെറ്റിപ്പോയി അടുത്ത റൂട്ടിലേക്ക് അവർ പോകും. സ്ട്രോങ് ബിലീഫ് ഉണ്ട്, അവർക്ക് പറ്റും ഗോൾ അക്കംപ്ലിഷ് ചെയ്യാന്ന് കമ്പയർ ടു ഹോപ്പില്ലാത്തവരെക്കാളും. അതായത് വേറൊരു വഴി കണ്ടെത്തി അവർ ആ ഗോൾ അക്കംപ്ലിഷ് ചെയ്യും. അതവർക്ക് സ്ട്രോങ് ബിലീഫ് ഉണ്ടായിട്ട് ചെയ്യും. According to Smeader's model, hope will be high when it involves goals that are valued and there is average or above average probability of realizing the goal in the face of obstacles that are difficult but not only. കേട്ടോ, സ്മീഡറിന്റെ പ്രകാരം മോഡൽ ഓഫ് ഹോപ്പ് എന്നുള്ളത് ഗോളിലുള്ളപ്പോൾ ഭയങ്കര ഹൈ ആയിരിക്കും, വാല്യൂഡ് ആയിരിക്കും. ആവറേജ് ഓർ above average probability of realizing the goals in the face of obstacles. ഒബ്സ്റ്റക്കിൾസ് വരുമ്പോൾ ആവറേജ് അല്ലെങ്കിൽ അബവ് ആവറേജ് ആയിരിക്കും ഉണ്ടാവുക ഹോപ്പ്. ഡിഫിക്കൽട്ട് ഉണ്ടാകുമ്പോൾ ഓവർവെൽമ് ചെയ്യില്ല, ഭയങ്കര ഹോപ്പ് ഉണ്ടായിരിക്കില്ല. ഹൈ ഹോപ്പ് ഉള്ളവര് അവർക്ക് ഗോൾ എത്തിയപ്പോൾ ഹൈ ഹോപ്പ് ആയിരിക്കും. അതേസമയം ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ടാകുമ്പോൾ ആവറേജ് ടു അബവ് ആവറേജിലാണ് നിൽക്കാം ഹോപ്പ്. ഹോപ്പ് അതായത് ഒബ്സ്റ്റക്കിൾ ഉണ്ടാകുമ്പോൾ ഹൈ ഹോപ്പ് ഉണ്ടാകുമ്പോൾ ചിലപ്പം നേരെ താഴത്തേക്ക് പോലെ ഒരു പ്രശ്നത്തിൽ നിൽക്കുകയാണ്, അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഹോപ്പും കൂടെ ആണെങ്കിൽ നടക്കില്ല. Hope loses its relevance where one is sure of reaching the goals, and hopelessness result when it is believed that goals are not achievable. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് കേട്ടോ. എന്തായാലും നമ്മൾ ആ ഗോളിൽ എത്തുന്നതാണെങ്കിൽ ഹോപ്പിന് അവിടെ റെലവൻസ് ഒന്നുമില്ല. ഞാൻ എന്തായാലും ജയിക്കുന്ന ഒരു പ്രതീക്ഷയുടെ ആവശ്യമില്ലല്ലോ. ആൻഡ് ഒരിക്കലും എത്തൂല എന്നാണെങ്കിൽ അവിടെയും ഹോപ്പിന് വലിയ റെലവൻസ് ഇല്ല. ഞാൻ എന്തായാലും ജയിക്കാം, പേപ്പറിൽ ഒരു അക്ഷരം പോലും ഞാൻ എഴുതിയില്ല. നോ നീഡ് ഓഫ് ഹോപ്പ്. ഞാൻ ഫുൾ എഴുതിയിട്ടുണ്ട്. ാണ് ഹോപ്പിന്റെ പ്രത്യേകത. ഹോപ്പ്ഫുൾ തോട്ട് ലീഡ് ടു പോസിറ്റീവ് ഇമോഷൻസ് ആൻഡ് ഹോപ്പ്ലെസ്നെസ് റിസൾട്ടിങ് നെഗറ്റീവ് ഇമോഷൻ. ഹോപ്പ് പോസിറ്റീവ്, ഹോപ്പ്ലെസ്നെസ് നെഗറ്റീവ്. ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം. ഹോപ്പിന്റെ എന്താണ്
ഇൻട്രൊഡക്ഷൻ ആണ്. ഹോപ്പ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ്, ഒപ്റ്റിമിസം പോലെ. പക്ഷെ അതിൽ കോഗ്നിറ്റീവ് മോട്ടിവേഷണലും ഉണ്ട്, സെൽഫിനെ പറ്റിയിട്ടും അതുപോലെ ആക്ഷനെ പറ്റിയിട്ടും. ഡിസൈറബിൾ റിസൾട്ട് കിട്ടാനുള്ള ബിലീഫ് ആൻഡ് ആക്ഷൻ ആണ് ശരിക്കും ഹോപ്പ്. അതാണ് കോഗ്നിറ്റീവ് ആൻഡ് മോട്ടിവേഷണൽ ആണ്. ബിലീഫ് കോഗ്നിറ്റീവ് ആണ്, ആക്ഷൻ മോട്ടിവേഷണൽ ആണ്. സ്നീഡർ പറഞ്ഞിട്ടുണ്ട് മൾട്ടി ഡയമെൻഷണൽ കോൺസെപ്റ്റ് ആണ് ഹോപ്പ്. അവിടെ എന്താണ് പേഴ്സണാലിറ്റി സ്റ്റേബിൾ പേഴ്സണാലിറ്റി ട്രൈറ്റ് ആയിട്ട് പറയുന്നത്, കോണ്ടെക്സ്റ്റൽ ആയിട്ട് പറയുന്നുണ്ട്. ആസ് എ ട്രൈറ്റ് എന്നാണ് ഓരോരുത്തരും വ്യത്യാസം. എന്റെ ഹോപ്പ് ആയിട്ടില്ല രശ്മിയുടെ ആയിട്ടില്ല അനുവിൻ്റെത്. ഓക്കെ, പീപ്പിൾ ഹൈ ഓൺ ഹോപ്പ് ഉള്ളവർ അവരുടെ ഗോൾസിലേക്ക് എത്തും, അവർ ഓൾട്ടർനേറ്റ് റൂട്ടിലൂടെ ഒക്കെ പോകും. അതുപോലെ അവർക്ക് സ്ട്രോങ് ബിലീഫ് ഉണ്ടാവും ഈ ഗോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന. ഹോപ്പില്ലാത്ത ലോ ഹോപ്പ് ആണെന്നുള്ളത് കാണും. അതുപോലെ ശ്രീധർ പറഞ്ഞിട്ടുണ്ട് ഒരു ഗോളിലേക്ക് എത്തുമ്പോൾ ഹൈ ഹോപ്പാ വേണ്ടത്, പക്ഷെ ഒബ്സ്റ്റക്കിൾ വരുമ്പോൾ ആവറേജ് ഹോപ്പാണ് വേണ്ടത്. ഹോപ്പ് എന്ന് പറയുന്നത് റെലവെന്റ് ആവാതിരിക്കും, ഒട്ടും റെലവെന്റ് ആണല്ലോ. എപ്പോ ഗോള് ഭയങ്കര അച്ചീവബിളും നോട്ട് അച്ചീവബിളും. അതിൽ ഹോപ്പ് പോസിറ്റീവ് ആണെങ്കിൽ ഹോപ്പ്ലെസ്നെസ് നെഗറ്റീവ് ഇമോഷൻ ആണ്. ഓക്കെ ആണോ? മാം അതിലൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പൊ ഹോപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കൊരു സബ്ജക്റ്റിനെ പറ്റി ഒരു നോളജ് ഉണ്ടാവുക. അതായത് നമുക്കൊരു അസുഖം വന്നു, അപ്പൊ നമുക്ക് ആ അസുഖത്തെ പറ്റി ഒന്നും അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ടെൻഷൻ, അയ്യോ എന്താണ് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത്. അതേസമയം അതിനെപ്പറ്റി അറിവുള്ള ഒരാൾക്ക് അറിയാം എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പൊ അത് ആ കാര്യത്തിൽ ഹോപ്പിന് നമ്മൾ എങ്ങനെ നോക്കിക്കാണാം? ഒരു അവിടെ വ്യത്യാസമുണ്ട്. ഒന്നും അറിയാത്തവനും ചിലപ്പോൾ ഹോപ്പ് ലൈക്ക് അയ്യോ എന്നുള്ള ഫീല് വരില്ല രശ്മി. ഒന്നും അറിയാത്തവനും മനസ്സിലായി. അതായത് ഇപ്പൊ ചില കാര്യങ്ങൾ പറയുമ്പോ നമുക്ക് എന്താ പറയാ, നോളജിൽ എത്രത്തോളം ആപ്ലിക്കബിൾ ആണ് ഈ ഹോപ്പ്. അവിടെയാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് വരുന്നത്. ഇവിടെ അസുഖം എന്നുള്ളതല്ല, ആ ആളുടെ മനക്കട്ടി എന്ന് പറയുന്നതാണ്. ആ ആളുടെ ട്രയറ്റ് ആയിട്ട്, ഇവിടെ കോണ്ടെക്സ്റ്റിലൊക്കെ ട്രയറ്റ് ആയിട്ട് പറയാം. അതായത് ഹോപ്പ് ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ഏത് വലിയ രോഗമാണെങ്കിലും ചിലപ്പോൾ ഞാൻ മാറിയേക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ടാവും. ഹോപ്പ്ലെസ്നെസ് ആയിട്ടുള്ള ആളാണെങ്കിൽ കുഞ്ഞു പലിയാണെങ്കിലും പ്രതീക്ഷ. അവിടെ ആൾക്കനുസരിച്ച്, ആ രോഗത്തിനെ പറ്റി നോളജ് ഉണ്ടാവുക അതൊന്നും അല്ല, ആൾക്കനുസരിച്ചിട്ടാണ് ഹോപ്പ്. നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം ചില സ്ത്രീകളൊക്കെ ഉണ്ട് ഭയങ്കര ഹോപ്പ്ഫുൾ ആയിരിക്കും, വലിയ വിദ്യാഭ്യാസം ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഭയങ്കര ഹോപ്പ്ഫുൾ ആയിരിക്കും. അതാണ് സ്റ്റേബിൾ പേഴ്സണാലിറ്റി ട്രൈറ്റ് ആയിട്ടാണ് പറയുന്നത്. കോണ്ടെക്സ്റ്റൽ ഉണ്ട്, ചില ആൾക്കാർക്ക് ഞാൻ കണക്റ്റഡ് ആണെന്ന് പറയുന്നത്, കോണ്ടെക്സ്റ്റലും വരുന്നത് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർക്ക്. ചിലപ്പോ നമ്മൾ എക്സാം ഒക്കെ എഴുതാൻ പോണ സമയത്ത് ചിലപ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ എന്താവോ ഹോപ്പ് നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചർക്ക് അറിയാം, ഓക്കെ ഈ കുട്ടിക്ക് ഇത്ര അറിയാം, എല്ലാം പഠിച്ച ആൾക്കും ഉണ്ടാവോ ആ ടെൻഷൻ. എല്ലാം പഠിച്ചു പോയാലും അയ്യോ തോക്കോ. അത് ആൾക്കനുസരിച്ച്. ഒന്നും പഠിക്കാതെ പോയവരും പ്രതീക്ഷ എന്തെങ്കിലുമൊക്കെ എഴുതിയൊക്കെ അതുണ്ട്. അത് ആളുകൾക്ക് അനുസരിച്ചിട്ടാണ് ഹോപ്പ് എപ്പോഴും ഉണ്ടാവാറുള്ളത്. ഓക്കെ ആണോ രശ്മി? Schneider point out that at any point in time and situation, hope is determined by the interplay of 3 factors. 3 factors തമ്മിൽ ഇന്റർപ്ലേ ചെയ്തിട്ടാണ് ഹോപ്പ് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. The extent which any goal is valued. എത്രത്തോളം ആ ഗോൾ വാല്യൂഡ് ആണ്, എനിക്ക് എന്തായാലും ജയിക്കണം, എത്രത്തോളം വാല്യൂഡ് ആണ്. The pathways or means and expectancies about effectiveness of these pathways attain of desirable. അതായത് പാത്വേസും എക്സ്പെക്ടൻസി, ഈ പോകുന്ന വഴി കൂടെ പോകുമ്പോൾ എഫക്റ്റീവ്നെസിന്റെ എക്സ്പെക്ടൻസി രണ്ടും ഉണ്ട്. ഈ വഴിയുടെ എക്സ്പെക്ടൻഷനും ഈ വഴിയിലൂടെ പോയാൽ കിട്ടുന്ന എഫക്റ്റീവ്നെസിന്റെ എക്സ്പെക്ടേഷനും, ഇത് രണ്ടും നമ്മളെ ഡിസൈറബിൾ ഗോളിനെ പറ്റിയുള്ള ഈ രണ്ടും നമ്മൾ, അതായത് ഞാനിപ്പോ സൈക്കോസ്റ്റഡിയിലൂടെയാണ് പഠിക്കുന്നത്. സൈക്കോസ്റ്റഡി ആണെങ്കിൽ നോട്ടും ഫുള്ള് ക്ലാസ്സും ഒക്കെ ഉണ്ട്. എഫക്റ്റീവ്നെസ് മറ്റേ പാത്വേ സൈക്കോസ്റ്റഡിയുടെ നോട്ടും ക്ലാസ്സും എഫക്റ്റീവ്നെസിന്റെ എക്സ്പെക്ടേഷൻ, ഇത് രണ്ടും കൂടി ആണെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് ഒപ്പുണ്ടാവും. One's agency or energy, abilities and self-efficacy is using these pathway to കണ്ടോ. ഇവിടെ ഏജൻസിയും എനർജി അല്ലെങ്കിൽ അത് നമ്മുടെ കഠിനാധ്വാനവും, എനിക്ക് ജയിച്ചേ മതിയാവും ഗോള്. പാത്വേ സൈക്കോസ്റ്റേ ഉണ്ട്, സൈക്കോസ്റ്റയിലൂടെ പോകുമ്പോഴുള്ള എഫക്റ്റീവ്നെസ്സും അറിയാം. ഇനി വേണ്ട എന്താ, ഞാൻ പഠിക്കുന്നു ഉണ്ട്. ഇത് 3ഉം കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ പാസ്സാവും. അല്ലാതെ ഗോൾ ഉണ്ട്, എന്റെ ക്ലാസ് ഉണ്ട്, എന്റെ നോട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും പാസ്സാവില്ല. എന്നെ പറഞ്ഞു തന്നിട്ടൊരു കാര്യമില്ല, നിങ്ങൾ പഠിക്കുന്നത് വേണം. ഇത് 3ഉം കൂടിയാണ് നമ്മൾ ഹോപ്പിലേക്ക്. ഇത് 3ഉം ഉണ്ടെങ്കിൽ നമുക്ക് ഹോപ്പ് 100% ആയിരിക്കും എന്നാണ് സ്നീഡർ പറയുന്നത്. ഓക്കെ ആണോ? ഇനി ഡെവലപ്മെന്റ് ഓഫ് ഹോപ്പിന്റെ ഡെവലപ്മെന്റ് ആണ് പറയുന്നത്.
Although hope is conceptualized both as a trait and a state, it has not been found to have any hereditary component. പാരമ്പര്യം ഹോപ്പിന് പറയുന്നത് ഡെവലപ്പ് ചെയ്ത് വരിക തന്നെയാണ്, കണ്ടുപഠിക്കാറുണ്ട്. ഇറ്റ് ഇസ് ബിലീവ് ടു ബി കോഗ്നിറ്റീവ് സെറ്റ് അബൌട്ട് ഗോൾ ഡയറക്റ്റഡ് തിങ്കിങ് ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി ലേൺഡ് ആൻഡ് ഷേപ്ഡ് ബൈ സോഷ്യലൈസേഷൻ പ്രോസസ്. കണ്ടോ, സോഷ്യലൈസേഷൻ പ്രോസസ്സിലൂടെ കുട്ടിക്ക് കിട്ടുന്നതാണ് ഹോപ്പ്. The elements of hope, the pathway and agency thinking are coached by parents or caregivers and are visible by the tender age of 2 in children, although these thoughts are acquired much before. രണ്ടാമത്തെ ഏജ് മുതൽ കണ്ടു തുടങ്ങും, എന്നാൽ അതിന് മുന്നേ തന്നെ ഉള്ളതാണ് അല്ലേ. ചിലപ്പോ ഞാൻ ഒളിച്ചു കുഞ്ഞു കാണാണ്ട്, ഇത് പണിയൊക്കെ ഉള്ളപ്പോ കുഞ്ഞു കാണാണ്ട് ഒളിച്ചു, എന്നാൽ അവൻ വളരെ ഹോപ്പ്ഫുള്ളി വന്നിട്ട് തപ്പും, എല്ലാ സ്ഥലവും തപ്പി. ഞാനുള്ള അവന്റെ പ്രതീക്ഷയാണ് അതെന്ത്, ഞാൻ അവിടെ എവിടെയോ ഉണ്ട്, അവനെ ഞാൻ എടുക്കും. Okay, agency thoughts in babies is their recognition of their self to be a casual factor in many cause and effect, even in their agency thoughts in babies is their recognition of their self to be a casual factor in many cause. എന്താ പറയുക, സെൽഫാണ് കോസൽ ഫാക്ടർ ആയിട്ട് അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അവർക്ക് ആ സറൗണ്ടിങ്സിലേക്ക് ആ സെൽഫ്, ഞാൻ പോയാലേ എന്നെ ഉമ്മനെ കണ്ടെത്താൻ പറ്റുള്ളൂ, ഞാൻ ചെയ്യണം. അവിടെയാണ് ഹോപ്പ്. അപ്പൊ കണ്ടെത്തുമ്പോഴൊരു, അപ്പൊ ആ വസ്തുത കണ്ടെത്തുന്നത് ഞാൻ ഭയങ്കരമായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കും. പിന്നെ ചിലപ്പോ എനിക്ക് ഭാര്യയാട്ടോ സുഖമില്ലാണ്ടൊക്കെ കിടക്കുന്ന സമയത്ത് അവൻ വന്ന് ഒരു പ്രതീക്ഷയാണ്. Healthy attachment to caregivers, which is based on trust, is important for development of hope in children. കുട്ടികളിൽ ഹോപ്പൻ എന്താണ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽത്തി അറ്റാച്ച്മെന്റ് വേണം നമുക്ക് കുഞ്ഞുങ്ങളോട്, ട്രസ്റ്റ് ഉണ്ടായിരിക്കും. Threatening environment and traumatic experience during childhood, like a loss of parent, have been associated with a decrease in hope. ജീവിതത്തിൽ നിങ്ങൾക്ക് ത്രെട്ടനിങ് സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഡിക്രീസ്, എസ്പെഷ്യലി പാരന്റ്സിൽ ഒരാൾ നഷ്ടപ്പെട്ടു പോവാണെങ്കിൽ. ഓക്കെ, അപ്പൊ ഹോപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഹെറിഡിറ്ററി കമ്പോണന്റ് അല്ല, സോഷ്യലൈസേഷൻ പ്രോസസ്സിലൂടെയാണ് ഷേപ്പ് ചെയ്ത് വരുന്നത്. അതായത് കുട്ടികൾ 2 വയസ്സ് മുതൽ കണ്ടു പഠിക്കുന്നുണ്ട്, അതിന് മുന്നേ തന്നെ ഉണ്ടാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ ഹെൽത്തി അറ്റാച്ച്മെന്റും ട്രസ്റ്റും പാരന്റ്സ് കുട്ടികളോട് കുട്ടികൾക്ക് ഹോപ്പ് ഉണ്ടാവും. ട്രോമാറ്റിക് ഇവന്റ് നിങ്ങൾ ചിലപ്പോൾ സംഭവിക്കുകയാണെങ്കിൽ ഹോപ്പ് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ ആണോ? ഞാൻ ഭയങ്കര ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഇച്ചിരി ഗോളൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും അക്കംപ്ലിഷ് ചെയ്യും. എന്നെ ഒരുപാട് സഹായിക്കുന്നത് എന്റെ പ്ലാനേഴ്സ് ആണ്. ഇങ്ങനെ ഇങ്ങനെ എനിക്ക് എവിടെയെങ്കിലും വീഴ്ചകളും വീഴ്ചകൾ പറ്റാത്തൊന്നും ഇല്ല കേട്ടോ. ചിലതൊക്കെ ഓവർ കോൺഫിഡൻസ് അല്ല, ചിലത് നമ്മളൊക്കെ ഓക്കെ ഫൈൻ, പക്ഷെ അത് ഈ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കാറില്ല. അപ്പൊ പിന്നീട് ഞാൻ ചിന്തിക്കും, എവിടെയാണെങ്കിൽ നിങ്ങളുടെ കേസിലൊക്കെ ഞാൻ പിന്നെ ചിന്തിച്ചു, ഒരിക്കലും 6 മാസം കൊണ്ട് എന്നെ പോലത്തെ ഒരാൾക്ക് നിങ്ങളുടെ 7 സബ്ജക്ട് തീർക്കാൻ പറ്റില്ല, ഒരിക്കലും. ഞാൻ പിന്നെ അത് അഡ്രസ് ചെയ്തു, കാരണം അത്രയും കണ്ടന്റ് ഉണ്ട്. എന്റെ അമ്മോ, നല്ല സിലബസ് ആണ്, 6 മാസം കൊണ്ട് തീർക്കാൻ പറ്റില്ല. 1 വർഷമൊക്കെ എടുത്തിട്ടുണ്ട്, 1 വർഷത്തെ സിലബസ് ആണല്ലോ. പക്ഷെ ഞാൻ ഒരു സെം എന്ന് പറയുന്നത് ഞാൻ 2 മാസം 1.5 മാസം തീർത്തു കൊടുക്കും. പക്ഷെ നിങ്ങളത് കണ്ടന്റ് ഉണ്ട്, അവരത് കണ്ടന്റ്. ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇതൊക്കെ എനിക്ക് അറിയുന്ന സബ്ജക്റ്റ് ആണ്, ഒരു സബ്ജക്റ്റ് പോലും എനിക്ക് പുതിയതില്ല. ഞാനിപ്പോ എടുത്തിരുന്ന എല്ലാ സബ്ജക്റ്റും ഞാൻ കൈകാര്യം ചെയ്യുന്നു. ഞാൻ വിചാരിക്കും ഒക്കെ ഇതിനെ കൊണ്ട് പറ്റും, പക്ഷെ അത്രയും കണ്ടന്റും ഉണ്ട്, ബേസിക്സ് മുതൽ വലിച്ചു തരും. പിന്നെ എനിക്ക് എന്റെ ഒരു കാര്യം മനസ്സിലാക്കി, എനിക്ക് തട്ടിക്കൂട്ടി എടുക്കാൻ അറിയില്ല, അത് അറിയില്ല. സോ അവിടെ എന്താക്കും, ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഞാൻ വരുന്നവരോട് എനിക്ക് 1 വർഷം കൊണ്ടേ തീർത്തരാൻ പറ്റുള്ളൂ. പ്രീവിയസ് റെക്കോർഡിങ്സ് ഉണ്ട്. ഇഫ് യു പ്രിഫർ ഫോർ ലൈവ് 1 വർഷം വേണം എനിക്ക് നിങ്ങളുടെ മൊത്തം സിലബസ്. സെക്കൻഡ് ഇയർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, മൊത്തം സിലബസ് പ്രീവിയസ് റെക്കോർഡിങ്സ് തരാം, മൊത്തം സിലബസ് വേണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് 1 ഇയർ, ബിക്കോസ് അത്രയും കണ്ടന്റ് ഉണ്ട്. അപ്പം അവിടെ ഞാൻ നോക്കും എവിടെയാണ് നമുക്ക്, അതാ ഞാൻ പറഞ്ഞത് ഓൾട്ടർനേറ്റ് വേസ് നോക്കും, എവിടെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന്. അപ്പം ഹോപ്പിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. ഹോപ്പ്ഫുൾ ആയിരിക്കുക എന്ന് പറയുന്നത്, ഹോപ്പിലാണ് നമ്മൾ തകർന്നത്. ഹോപ്പ് ക്യാൻ ബി ഫൗണ്ട് ടു ഹാവ് ബെനിഫിഷ്യൽ റിസൾട്ട് ഇൻ ദ ഏരിയ അക്കാഡമിക്സ്, സ്പോർട്സ്, ഫിസിക്കൽ ഹെൽത്ത്, അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് സൈക്കോതെറാപ്പി. സൈക്കോതെറാപ്പിയിലൊക്കെ ഹോപ്പ് വേണം, ഹോപ്പില്ലാത്തവരൊപ്പം ചികിത്സിക്കാൻ പറ്റില്ല. പക്ഷെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താലോ നല്ല രീതിക്ക് ഹോപ്പ് ഉണ്ടാവേ ചെയ്യും. ഫസ്റ്റ് വൺ അക്കാഡമിക് പെർഫോമൻസിലാണ് ഹോപ്പ് ഉണ്ടെങ്കിൽ, ഒരു എവിടെയെങ്കിലും തോറ്റു പോയി കഴിഞ്ഞാലും ഇനിയും ഹോപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ പഠിച്ചു ജയിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങള് മാർക്ക് കുറഞ്ഞു വന്നാല് ചീത്ത പറയല്, അവര് ഹോപ്പ് കെടുത്തരുത്. ഇപ്രാവശ്യം സാരല്ല, എന്ത് ചെയ്യാനാ, ഒന്നുകൂടി നീ ശ്രമിച്ചു നോക്ക്, സാരല്ല അടുത്ത പ്രാവശ്യം റെഡിയാക്കാം. തോക്കലൊക്കെ സാധാരണ ആണോ, നീ ശ്രമിക്കും. ഹോപ്പ് ഉണ്ടാക്കുന്നത്
ഈ ഒരു പൊട്ടനാ, എന്നെ കൊണ്ടൊന്നിനും കൊള്ളൂല. ഇതാണ് സോഷ്യലൈസേഷൻ പ്രോസസ്സിൽ പറയുന്നത്. ഹോപ്പ് കെയർ ഗീവേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. A number of research investigations involving various students' population have revealed a link between hope and academic performance. Hope and academic performance തമ്മിൽ ബന്ധമുണ്ട്. Schneider et al. Identified the characteristics of high hope students as self-assured, inspired, enthusiastic, and driven by their intended goals. Higher hope scale score at the start of college have been shown to predict better overall grade point average and whether students will continue school. കണ്ടോ, സീഡറും കുറെ ആളുകളും ചേർന്നിട്ട് ഹൈ ഹോപ്പ് സ്റ്റുഡൻസിനെയും സെൽഫ് അഷ്യോർഡ്, ഇൻസ്പയർഡ്, എൻതൂസിയാസ്റ്റിക് ആൻഡ് ഡ്രിവൻ ബൈ ദിയർ ഇന്റൻഡഡ് ഗോൾസ് കണ്ടെത്തി. അതായത് ഹൈ ഹോപ്പ് സ്റ്റുഡൻസ് ഭയങ്കര സെൽഫ് അഷ്യോർഡ് ആയിരുന്നു, അവർ ഇൻസ്പയർഡ് ആയിരുന്നു, എൻതൂസിയാസ്റ്റിക് ആയിരുന്നു, ഡ്രിവൺ ബൈ ദിയർ ഇന്റൻഡഡ് ഗോളാണ്. ഹയർ ഹോപ്പ് സ്കെയിൽ എന്ന് പറഞ്ഞ സ്കെയിൽ വെച്ചിട്ടാണ് നമ്മൾ ഹോപ്പ് ഉണ്ടോ എന്ന് കണ്ടെത്തുക. അവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടെത്തി അതിൽ നല്ല സ്കോർ മേടിച്ചവർ ഓവറോൾ ഫുൾ അക്കാഡമിക് ഇയറിലും നല്ല പഠനം കാഴ്ചവെച്ചു. അപ്പൊ ഹൈ ഹോപ്പ് ഉള്ളവർക്ക് നല്ല അക്കാഡമിക് പെർഫോമൻസ് ഉണ്ടാവും. ഹെൽത്ത് ആൻഡ് വെൽബീങ്, ഞാനതില് മമത മോഹൻദാസിനെ ഞാനത് പറയും, ഭയങ്കര ഹോപ്പുള്ള ഒരു പ്രതീക്ഷയുള്ള ഒരാളാണ് പുള്ളിക്കാരി. ഹോപ്പൻ ഉണ്ടായാൽ മതിട്ടോ. നമ്മൾ കുറേയൊക്കെ ഹോപ്പ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ അറിയോ, നെഗറ്റിവിറ്റി വരും. അത് ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാധിക്കും. പെട്ടെന്ന് ഡൗൺ ആവും. ഞാൻ കണ്ടു ഇതൊരു ഹോസ്പിറ്റലിൽ പോയിട്ടില്ല, ഹൈ ഹോപ്പായിരുന്നു. ഞാൻ പറഞ്ഞ എനിക്കൊന്നും സംഭവിക്കില്ല, അവരവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ആവട്ടെ, ഒരാഴ്ച വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതാണ്. ആ ഒരാഴ്ച ഞാൻ വീട്ടിൽ വെയിറ്റ് ചെയ്തോ. The correlation between hope and psychological functioning has also been revealed in numerous research studies. Hope and psychological functioning തമ്മിൽ നല്ല ബന്ധമുണ്ട്. Higher level of hope are associated with improved mental health. നല്ല hope ഉള്ളവർക്ക് mental health ഉണ്ടാവും. In high school students, reduced level of depression in undergraduate. High hope ഉള്ളവർക്ക് ഡിപ്രഷൻ വളരെ കുറവാണ് അണ്ടർഗ്രാജുവേറ്റിൽ എടുത്ത് നോക്കിയപ്പോൾ. ആൻഡ് ബെറ്റർ ലൈഫ് സാറ്റിസ്ഫാക്ഷൻ സ്കോർസ് ഇൻ ലോ സ്കൂൾ സ്റ്റുഡൻസ്. നല്ല സാറ്റിസ്ഫാക്ഷൻ, ഹൈ ഹോപ്പ് ഉള്ളവർക്ക് നല്ല ലൈഫ് സാറ്റിസ്ഫാക്ഷൻ കണ്ടിട്ടുണ്ട് ലോ സ്കൂൾ. കണ്ടോ, സ്റ്റഡീസ് നടത്തി മനസ്സിലാക്കിയിട്ടുണ്ട്. ഹൈസ്കൂൾ സ്റ്റുഡൻസിലാണെങ്കിൽ ഹൈ ഹോപ്പ് ഉള്ളവർക്ക് നല്ല മെന്റൽ ഹെൽത്ത് ആണ്. അണ്ടർ ഗ്രാജുവേഷനാണെങ്കിൽ ഡിപ്രഷൻ ലെവൽ കുറവായിരുന്നു. ലോ സ്റ്റുഡൻസിൽ ലൈഫ് സാറ്റിസ്ഫാക്ഷൻ കൂടുതലായിരുന്നു. ഹൈ ഹോപ്പ് ഇൻ ക്യാൻസർ പേഷ്യന്റ് ഹാസ് ഓൾസോ അസോസിയേറ്റഡ് വിത്ത് റെഡ്യൂസ്ഡ് സൈക്കോളജിക്കൽ ഡിസ്ട്രസ്. ഹോപ്പ് ആൻഡ് എ ഫേവറബിൾ ഇമ്പാക്ട് ഓൺ ഡിപ്രസീവ് സിംപ്റ്റംസ് ആൻഡ് ഡീലിംഗ് വിത്ത് ഫിസിക്കൽ ഹാൻഡിക്യാപ്പ്. കണ്ടോ, ഹോപ്പ് ഒക്കെ ഡിപ്രസീവ് സിംപ്റ്റത്തിന് ഡിപ്രസ് ഉള്ളവർക്ക് എവിടെയെങ്കിലും ഹോപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ആ ഫിസിക്കൽ ഹാൻഡിക്യാപ്പ് കുറവ്. പീപ്പിൾ വിത്ത് ഹയർ ലെവൽ ഓഫ് hope had lower degree of depression and had stronger social relation in comparison to individuals with lower level. Higher level hope ഉള്ളവർക്ക് ഡിപ്രഷൻ ലോ ഡിഗ്രി ആയിരിക്കും, സ്ട്രോങ് സോഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടാവും ലോവർ ലെവലിനേക്കാളും. അപ്പൊ അക്കാഡമിക് പെർഫോമൻസ് ഉണ്ടാവും, ഹെൽത്ത് ആൻഡ് വെൽബീങ്ങും. ഓക്കെ ആണോ പറഞ്ഞേ? ഓക്കെ ആണോ എന്ന് പറഞ്ഞേ. ഇനി കോപ്പിംഗ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്. A large number of studies have investigated the effect of hope on dealing with stress. Stress in dealing with hope ഭയങ്കരമായിട്ടാണ്. Schneider 2000 showed a positive effect of dispositional hope on ability to cope with problems. കണ്ടോ, ഡിസ്പോസിഷണൽ ഹോപ്പ് ഉള്ളവർക്ക് കോപ്പ് ഡീൽ ചെയ്യാൻ ഒരു പോസിറ്റീവ് എഫക്ട് ഉണ്ടാവും. People scoring high on hope used coping strategies like problem solving, positive cognitive restructuring. തോറ്റുപോയാലും അവിടെ പോസിറ്റീവ് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിംഗ്. ഇപ്പൊ തോറ്റു, അടുത്ത പ്രാവശ്യം ശരിയാക്കാം. പോസിറ്റീവ് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്, അതായത് തോറ്റു എന്നുള്ള കോഗ്നിറ്റീവിനെ നമ്മൾ എങ്ങനെ റീസ്ട്രക്ചർ ചെയ്യാണ്, ഇപ്പൊ തോറ്റു അടുത്ത പ്രാവശ്യം ശരിയാക്കാം. ആൻഡ് സപ്പോർട്ട് ഫ്രം ഫാമിലി ഫ്രണ്ട്സ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഹോപ്പും സപ്പോർട്ട് ഫ്രം ഫാമിലി ഉണ്ടെങ്കിൽ സ്ട്രെസ്സിനെ മറികടക്കാം. These people exhibited a higher level of happiness and positive perception of health. Individuals with low hope scores, on the other hand, spread coping strategies like wishful thinking, self-criticism, and social withdrawal. കണ്ടോ, ലോ ഹോപ്പ് ഉള്ളവർ വിഷ്ഫുൾ തിങ്കിങ്, അയ്യോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചോണ്ട് സെൽഫിനെ ക്രിറ്റിസിസം, ഞാൻ പഠിക്കായിട്ടാണ് ഞാൻ ചെയ്യായിട്ടാണ്, സോഷ്യൽ വിത്ഡ്രോവൽ. അപ്പൊ കോപ്പ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും ഹോപ്പ് ഉള്ളവർക്ക്. ഓക്കെ ആണോ പറഞ്ഞേ? 10th ചാപ്റ്റർ അവസാനിച്ചു കേട്ടോ. 10th ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് ഒപ്റ്റിമിസം ആൻഡ് ഹോപ്പ് ആണ്. ഒപ്റ്റിമിസം എന്താണ്, ഡിസ്പോസിഷൻ ഒപ്റ്റിമിസം എന്നാണ്, ലേൺ ഒപ്റ്റിമിസം എന്നാണ്, അൺറിയലിസ്റ്റിക് ഒപ്റ്റിമിസം ഒക്കെയാണ്. പിന്നെ ഡെവലപ്പ് ഒപ്റ്റിമിസം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ഒപ്റ്റിമിസത്തിന്റെ ബെനിഫിറ്റ്. അതുപോലെ ഹോപ്പിൽ ഹോപ്പ് എന്താണെന്നുണ്ട്, ഹോപ്പ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, ബെനിഫിറ്റ്സ് ഓഫ്. ഇത്രയും. ഇനിയാണ് ഫ്ലോ ആൻഡ് മൈൻഡ്ഫുൾനെസ്. ഫ്ലോ ആൻഡ് മൈൻഡ്ഫുൾനെസ് യൂണിറ്റ് 11. Flow, the optimal experience. The concept of flow originated from the works of
Mihaly Csikszentmihalyi എന്നാണ്. മിഠായി എന്നാണ് പേര്. മിഹാലി Csikszentmihalyi. സത്യം അറിയണമെങ്കിൽ എനിക്ക് ഇപ്പോഴും പ്രൊണൗൺസ് ചെയ്യുന്നത് കറക്റ്റ് ആണെന്ന് അറിയില്ല കേട്ടോ. ഒരു ഹംഗേറിയൻ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു, പ്രൊഫസർ ആയിരുന്നു, ക്ലെയർമോണ്ട് ഗ്രാജുവേറ്റ് യൂണിവേഴ്സിറ്റി കാലിഫോർണിയയില്, ഹു ഫസ്റ്റ് റെക്കഗ്നൈസ് ആൻഡ് കോയിൻ ദ ടേം ഹോപ്പ്. ഹോപ്പ് എന്ന വേർഡ് കോയിൻ ചെയ്ത പേരുണ്ട്. ഹി സ്റ്റഡീസ് പീപ്പിൾ ഫ്രം ഫ്ലോ ആണ്. നമുക്ക് നോക്കാം എന്താ പ്രൊണൗൺസ് ചെയ്യലെന്ന്. ഉണ്ട്. ഗൂഗിളിലുണ്ട്. Mihai Csikszentmihalyi. Mihai Csikszentmihalyi. Mr. Forward, and now you know. Did you get this? Mihai Csikszentmihalyi. കിട്ടിയോ? Mihai Csikszentmihalyi. ഇങ്ങനെയാണ് പ്രൊനൗൺസ്. He studied people from creative field or artists whose work is integrated with the leisure, like dancers, painters, athletes, etc., based on which he pronounced the concept of flow. അതേപോലെ ക്രിയേറ്റീവ് ഫീൽഡിലുള്ള ആർട്ടിസ്റ്റുകളിലെ പഠിച്ചിട്ടാണ്, അതായത് ലെജർ ആക്ടിവിറ്റീസ് ആയിട്ട്, ഇപ്പൊ ഡാൻസിങ് ഇപ്പൊ ലെജറും കൂടിയാണല്ലോ, അങ്ങനെയുള്ള ജോലി ചെയ്യുന്നവരെ ആണ് അദ്ദേഹം പഠിച്ചത്. ഡാൻസേഴ്സ്, പെയിന്റേഴ്സ്, അത്ലറ്റ്സ്. The flow state was defined as the one where a person is fully engaged or immersed in the activity they are doing. കേട്ടോ, ഫുള്ളി എൻഗേജ്ഡ് ആണ്, ഇമ്മേഴ്സ്ഡ് ആയിട്ട് ഇരിക്കുന്ന അവസ്ഥയാണ് ഫ്ലോ. ആവശ്യത്തോട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് വരത്തുള്ളൂ. It is a feeling which is characterized by state of concentration, fulfillment, complete absorption, engagement, and competency, and a disregard of the sense of time, ego, bodily needs during the activity. ടൈമോ ഈഗോയോ ബോഡി നീഡ്സ് വരെ നമ്മൾ മറന്നു പോകും. ഫുള്ളി ലയിക്കാണ്, ഫ്ലോക്ക് പോകാനാണ് ഒപ്റ്റിമൽ എക്സ്പീരിയൻസ് ആണ്. മിഹായ് ചിക്സെൻമിഹായ് കോയിൻ ചെയ്താണ് ഫ്ലോ, ഫ്ലോ. ഒരു ഹംഗേറിയൻ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു മിഹായ് ചിക്സെൻമിഹായ്. അദ്ദേഹം പ്രൊഫസർ ആയിരുന്നു നമ്മുടെ കാലിഫോർണിയയിലെ ക്ലാർമോണ്ട് ഗ്രാജുവേറ്റ് യൂണിവേഴ്സിറ്റിയിൽ. അദ്ദേഹമാണ് ഈ ടേം കോൺ ചെയ്തത്. അദ്ദേഹം ക്രിയേറ്റീവ് ഫീൽഡിലുള്ള ആർട്ടിസ്റ്റുകളെയാണ്, അങ്ങനത്തെ വർക്കുള്ള പെയിന്റേഴ്സ്, ഡാൻസേഴ്സിനൊക്കെയാണ് കൂടെയാണ് വർക്ക് ചെയ്തത്. സെക്കൻഡ്. ഹലോ അമ്മ. ഓക്കെ. അദ്ദേഹം പറഞ്ഞു ഒരു പേഴ്സൺ ഫുള്ളി എൻഗേജ്ഡ് ആണ്, ഇമ്മേഴ്സ്ഡ് ആണ്, അദ്ദേഹം ആസ്വദിച്ച് ചെയ്യാണ്, അതാണ് ശരിക്കും എന്ത് ഫ്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ ആണോ? എന്താമ്മ? ഓയ് എന്തേ? എന്താണ് കുഞ്ഞേ? എന്താ വിളിച്ച കുഞ്ഞെ? ഉമ്മ കിക്കിലാണ്. ഉമ്മ കിക്കിന്ന് വരാട്ടോ. ഉമ്മ വരുമ്പോ മിഠായി കൊണ്ടുവരും കേട്ടോ. ഓക്കെ, ബൈ. ഇടയ്ക്കൊന്ന് വിളിച്ച് സുഖവിവരം അറിയണം. എവിടെയാണെന്നൊക്കെ അറിയാം. ഇടയ്ക്ക് ഫോൺ എടുത്ത് എമർജൻസി കോണ്ടാക്ട് ഉണ്ട്, അപ്പൊ നെക്കിയിട്ട് വിളിക്കും. ഡെവലപ്മെന്റ് ആണ്. ഞാൻ ക്ലിനിക്കിലാണെന്ന് പറഞ്ഞ സമാധാനം. എടുത്തില്ലെങ്കിൽ പിന്നെ വിളിച്ചോണ്ടി. ഇപ്പൊ കമ്പോണൻസ് ഓഫ് ഫ്ലോ എക്സ്പീരിയൻസ്, merging of actions and awareness. ഇനി ഫ്ലോ എക്സ്പീരിയൻസിന്റെ കമ്പോണൻസ് ആണ്. ഫസ്റ്റ് വൺ merging of action and awareness. ആക്ഷനും അവയർനെസ്സും, ബോധവും നമ്മുടെ
ചെയ്യുന്ന വർക്കും തമ്മിലുള്ള merging. അതാണ്. The individual is very much aware of his or her action, but do not reflect on awareness itself. ഭയങ്കര എന്താണ് അവെയർ ആയിരിക്കും അവർ ചെയ്യുന്നത്, പക്ഷെ ആ അവയർനെസ് കാണൂല. For example, in a chess game, the player has undivided attention on the game on it. It's every move, but it is not perceptive of that awareness. അതായത് ഓരോ മൂവിനെ അവെയർ ആക്കി, പക്ഷെ കാണുന്നവർക്ക് അതൊരു ഭയങ്കര അവയർനെസ് ആയിട്ടുള്ളത് തോന്നി. അങ്ങനെയാണ് merging of action and awareness. പിന്നെ centering of attention ആണ്. നല്ല attention വേണം. The flow experience is achieved when one's attention is undivided and centered to a single stimulus. ഞാൻ ക്ലാസ് എടുക്കുകയാണെങ്കിൽ അതിൽ മാത്രമായിട്ട് ശ്രദ്ധ ഉണ്ടായിരിക്കുക. This focusing of attention involves keeping out of attention that unnecessary, irrelevant or distracting. Unnecessary ആയിട്ടുള്ള irrelevant ആയിട്ടുള്ള distracting ഒക്കെ വിട്ടിട്ട് ഇതിലേക്ക് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. It is also named as narrowing of consciousness. അതിലോട്ട് മാത്രം. ചില ഡാൻസേഴ്സ് ഒക്കെ ഇങ്ങനെ ലയിച്ചു പോകും നമ്മൾ അതിൽ, അങ്ങനെയാണ് അവര് ഡാൻസ്. അതാണ് രണ്ടാമത്തത്. ഒന്ന് ആക്ഷനും അവയർനെസ്സും merge ചെയ്യുക, രണ്ടാമത്തത് സെൻറ്റർ ചെയ്യുക അറ്റൻഷൻ. ഇത് രണ്ടും ഓക്കെ ആണോ? പറഞ്ഞേ അതാരാ ഒരു ഓക്കെ? അതാരാ അത്ര വലിയൊരു ഓക്കെ വിട്ടത്? സ്കൂള് കഴിഞ്ഞ് വന്ന സമയമായതുകൊണ്ട് അവര് എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ഓ, അതൊരു ഡിസ്റ്റർബൻസ് അല്ല. അല്ല, ഇങ്ങനെ പഠിക്കുമ്പോ കുഞ്ഞിടയ്ക്ക് വന്ന് നോക്കുന്ന അവൻ കുഞ്ഞായിരുന്നു ഞാൻ പി ജി ചെയ്യുന്നു. ഒരു വയസ്സ് പ്രഗ്നന്റ് ആയപ്പോൾ ഞാൻ ജോയിൻ ചെയ്യുന്നത്. അവന്റെ ഓരോ ഘട്ടവും എന്റെ പഠിപ്പിലായിരുന്നു. പക്ഷെ അവൻ ഇടയ്ക്ക് വന്ന് എന്നെ ഇങ്ങനെ ഒരു സ്റ്റിമുലേറ്റ് ചെയ്യുകയായിരുന്നു. ശരി കിട്ടും ഇങ്ങനെയൊക്കെ അല്ലേ മക്കളിപ്പം അവനറിയാം. ഞാൻ ബാഗ് എടുത്ത് ഉമ്മ ക്ലിനിക്കിൽ പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവനറിയാം ഞാൻ ക്ലിനിക്കിൽ പോവാണ്, എന്റെ ജോലിക്ക് പോവാണ്, ഇടയ്ക്ക് ഇങ്ങോട്ട് വരവൊക്കെ ചെയ്യും. സോ ഹി നോസ്. ഇനി ലോസ് ഓഫ് ഈഗോ. ഈഗോ ഒന്നും ഉണ്ടാവില്ല. ലോസ് ഓഫ് ഈഗോ here denotes temporary loss of self-consciousness or one's identity and individuality. നമ്മൾ ലയിച്ചോ ഐഡന്റിറ്റി ഇൻഡിവിജ്വാലിറ്റി അങ്ങനെ ലയിച്ചിരുന്ന് ഒരു ഈഗോയോ അല്ലെങ്കിൽ സെൽഫ് ഐഡന്റിറ്റി ഒന്നും ഓർമ്മയുണ്ടാകും, അതിലിങ്ങനെ ലയിച്ചു പോകും. ഇറ്റ് ഈസ് എ ബ്രീഫ് forgetfulness of oneself and becoming one with activity. ആക്ടിവിറ്റിയിൽ മാത്രം ലയിച്ചിരിക്കുക. ഇപ്പോഴും എനിക്കിത് ഉണ്ടാവാറ് കൗൺസിലിങ്ങിലാണ്. ഞാൻ ഇങ്ങനെ ലയിച്ച് നന്നൊക്കെ വയ്യ, മെന്റലിയും ഫിസിക്കലി ഒന്നും വയ്യ. പക്ഷെ കേസ് ഉണ്ടായിരുന്നു, ഫോളോ അപ്പ് ആയിരുന്നു. പക്ഷെ വന്നു അവിടെ കേട്ടിരുന്നത് ഒരു മനസ്സിന് അതിലിങ്ങനെ ലയിച്ചിരുന്ന് പോകും. ആ ലയിച്ചിരുന്ന് പോകുമെന്ന് പറയാനുള്ള കാരണം, ഞാൻ കേസ് എടുക്കുന്ന സമയത്ത് ഞാൻ റഫായിട്ടാണ് എഴുതുക. ഇത്രയും കാര്യങ്ങൾ എനിക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ട് ഒരു കേസിന്റെ ഒരു മണിക്കൂർ സെഷൻസിന്. ഇത് ഞങ്ങളുടെ ഒരു രീതിക്ക് എഴുതിയത് ഇതൊരു ബ്രീഫാണ്. ഇത്രയും കാര്യം പല സംഭവത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് പിന്നീട് നോക്കണം. അതായത് നമുക്ക് അന്നേരം ഈഗോയും ഐഡന്റിറ്റി ഒന്നും ഉണ്ടാവില്ല. നമ്മളവിടെ കൗൺസിലിംഗ് ഇങ്ങനെ ലയിച്ചിരിക്കുക. Control of action and environment. Another element of flow is a feeling of sense of control over one's action and one's environment. കേട്ടോ, കൺട്രോൾ ഉണ്ടാവും നമ്മുടെ ആക്ഷനിലും നമ്മുടെ എൻവയോൺമെന്റിലും. ചെയ്യുന്നതിനൊക്കെ ഒരു കൺട്രോൾ ഉണ്ടാവുകയും ചെയ്യും. Okay, it is not as much a feeling of mastery as it is a state of not being bothered about by the likelihood of loss of control. എത്ര ദേഷ്യപ്പെട്ട് വന്നിരിക്കുകയാണെങ്കിലും ഞാൻ എന്റെ ക്ലാസ്സിൽ ഒരിക്കൽ പോലും ഞാൻ ആരോടും ദേഷ്യപ്പെടില്ല. എത്ര എനിക്ക് മെന്റലി ചിലപ്പം മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ഞാൻ ക്ലാസ് എടുക്കുമ്പോഴോ ആ ഒരു എന്റെ മുഖത്ത് പോലും എനിക്ക് ദേഷ്യമുള്ള പോലെ തോന്നില്ല. പിന്നെയും ഈ പിള്ളേരെ ഇങ്ങനെ ടീച്ചേഴ്സ് ഒക്കെ കഷ്ടപ്പെടുത്തുന്ന പിള്ളേരെ എന്ന് പറയുമ്പോൾ ഞാൻ പ്രൈസ് ആവാറുണ്ട്, എന്താണ് അവരിങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ക്ലാസ് എടുക്കുമ്പോൾ എന്റെ ഒരു കുഞ്ഞുങ്ങളോട് പോലും എനിക്ക് ദേഷ്യപ്പെടാൻ പറ്റാറില്ല. അതാണ് ആ ഒരു ഫ്ലോയില് ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്ലോയിലോട്ട്, അതായത് നമുക്ക് നമ്മുടെ കൺട്രോൾ ലോസ് ആവില്ല. ഡിമാൻഡ് ഫോർ ആക്ഷൻ ആൻഡ് ക്ലിയർ ഫീഡ്ബാക്ക്. The demand for action which result in flow experience have the characteristics of being clear, constant and coherent. കേട്ടോ, അതായത് റിസൾട്ട് എങ്ങനെയായിരിക്കും? കിട്ടുന്നത് ക്ലിയർ ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും, കോഹിറന്റ് ആയിരിക്കും. അതാണ് മെയിൻ. അതായത് ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങളോട് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നത് ഈ ഒരു കാര്യം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. The task is defined clearly and the person is required to do things which are coherent or compatible. അതായത് നമുക്കറിയാം എന്താണ് ടാസ്ക്, എന്റെ ഗോൾ എന്താ, നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യം മനസ്സിലാവുന്ന രീതിയിൽ ക്ലാസ് എടുക്കുക എന്നത്. അതിലേക്കായിരിക്കും നമ്മൾ എന്താണ് ഒരു ക്ലിയർ ഫീഡ്ബാക്ക് കിട്ടുകയും ചെയ്യാറുണ്ട്. ഇനി autolytic in nature. One of the most defining characteristics of flow is autolytic in nature, meaning it is self-rewarding and the activity does not require any reward external to itself. കാരണം സെൽഫ് റിവാർഡിങ് ആയിരിക്കും. സത്യമായിട്ടോ
എനിക്ക് ഫിസിക്കലി ഓക്കെ അല്ല ആണെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കും. ഫിസിക്കലി ഇച്ചിരെങ്കിലും ഓക്കെ ആണെങ്കിലും ഞാൻ ക്ലാസ് എടുക്കും. അതൊരു സെൽഫ് റിവാർഡിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ ക്ലാസ് എടുക്കൽ എന്നാണ് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കൊറോണ വന്ന് ഗർഭിണി ആയിരിക്കുമ്പോൾ കൊറോണ വന്ന് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ എനിക്ക് ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ട്, വലിക്കുക എന്നാ പോലെ ഞാൻ ക്ലാസ് എടുക്കും. കാരണം അന്നേരത്തെ ജോലി മനുഷ്യരെ കാണുന്നില്ല. വേസ്റ്റ് എടുക്കാൻ വരുന്നവരും നേഴ്സും ഡോക്ടറും 3 പേര് PPE കിറ്റ് ഇട്ടിട്ടാ. ഇതൊക്കെ ഉള്ളിൽ ആരാന്ന് പോലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഭയങ്കര അവസ്ഥ. പക്ഷെ അന്നേരം ക്ലാസ് എടുക്കുന്ന സമയത്ത് ഭയങ്കര എന്താ പറയാ ഇന്റേണൽ റിവാർഡിങ് ആണ്. അത് ഭയങ്കര നമുക്ക് അതന്നെ റിവാർഡായിട്ട് തോന്നും. വേറെ ഒരു കാശൊക്കെ സെക്കൻഡറി ആയിട്ട് നമുക്ക് തോന്നിട്ടുള്ളൂ. മോസ്റ്റ് or all of flow activities like play, dance, games, artistic drawing, etc. inherently rewarding to the person who does activity. Inherently ഒരു റിവാർഡിങ് തന്നെയാണ്. ഫ്ലോ ആയിട്ട് ചെയ്യുമ്പോൾ ഓട്ടോലിറ്റിക് ഇൻ നേച്ചർ, ആൾട്ടേർഡ് സെൻസ് ഓഫ് എനിക്ക് തോന്നിയിട്ടുണ്ട്. സൈക്കോളജി അതിന് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു. കാരണം വീട്ടിലൊറ്റ കുട്ടിയല്ലേ. എനിക്കൊരു പനിയൊക്കെ വരുമ്പോഴത്തേനും എന്റെ ഗ്രാൻഡ് ഫാദർ, എനിക്ക് ഇപ്പോഴും ഓർമ്മ, എന്റെ ഗ്രാൻഡ് ഫാദർ കാര്യം എനിക്ക് പനിയൊക്കെ വന്നാൽ ഞാൻ പുള്ളിക്കാരന് ഭയങ്കര പേടിയാണ്. എന്റെ മദർ ഒരു ഓസി ആളെന്നെ കൊണ്ട് ഭയങ്കര ടെൻഷൻ. എല്ലാവരും ഇങ്ങനെ സെൽഫ് സെന്റേർഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. അപ്പോ ഇപ്പം എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ സിസ്റ്റേഴ്സ് ഒക്കെ വിളിക്കും. ഞാൻ പറഞ്ഞു ആരോട് നിങ്ങൾ പറയണ്ട, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അവരുടെ പണ്ടത്തെ അഫയാണെങ്കിൽ ഇപ്പം തളർന്നിട്ട് ഇപ്പൊ എനിക്കിതൊന്നും ഏഷ്യ. കാരണം എന്നെ ഇപ്പൊ പിടിച്ചു നിർത്തുന്ന ഘടകം എന്റെ ജോലിയാണ്. ഹോണസ്റ്റ്ലി ഞാൻ പറയാണ്, എന്റെ ജോലിയാണ്. കാരണം എന്റെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് എന്റെ ഒരു ഉത്തരവാദിത്വമാണ്. അതൊക്കെ എന്റെ ഉള്ളിൽ ഉണ്ടായപ്പോൾ എനിക്ക് എന്തായാലും ഈ അവസ്ഥ വരും. ബട്ട് അതെനിക്ക് കൺട്രോളബിൾ ആണ്. കാരണം ഒരു വട്ടം വന്ന് നോക്കിയാണ് ആ ഒരു കാര്യം. അതാണ് പറഞ്ഞത്. നമുക്ക് എന്തോ അതൊരു ഇൻഹറന്റ്ലി റിവാർഡിങ്. അതുകൊണ്ടാണ് ഈ ഒരു ജോബ് ഇല്ലായിരുന്നു ചിലപ്പോൾ ഞാൻ ഭയങ്കരമായിട്ടും എന്താ പറയാ ഡൗൺ ആയി പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ എനിക്ക് എന്നെ കാണുന്ന ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഐ ഫീൽ ഐ എം നോട്ട് വെരി ഓക്കെ ലൈക്ക് ഫിസിക്കലി, ബട്ട് ഐ മെന്റലി അങ്ങനെ. അതാണ് ഓട്ടോലിറ്റിക് ഇൻ നേച്ചർ എന്ന് പറയുന്നത്. ഇനി ആൾട്ടേർഡ് സെൻസ് ഓഫ് ടൈം ഉണ്ട്. വി ഓൾ ഹാവ് എക്സ്പീരിയൻസ് അറ്റ് സം പോയിന്റ് ഓർ other how time seems to fly very fast when we are enjoying something and it seems to stand still in period of boredom and stress. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് സമയം പോകുന്ന അറിയാറില്ല. ഞാൻ രാവിലെ 10 മണിക്ക് വന്നിട്ട് രാത്രി 8 വരെയാണോ അതിനിടയ്ക്ക് ചോറുന്നാൻ പോയാൽ പോയി ഇത്രയേ ഉള്ളൂ. നമുക്ക് സമയം പോകുന്ന അറിയില്ല. In the flow, attention is focused on the moment-to-moment activity. The person is not at all oriented toward the mental process that signals the time diversion. ഒരിക്കലും നമുക്കത് ബേർഡൻ ആയിട്ട് തോന്നില്ല. വലിയ സംഭവം. എന്നോട് ആളുകൾക്ക് എപ്പോഴും വന്ന് സത്യമായിട്ട് എന്നോട് എപ്പോഴും ചോദിക്കും, മാം എങ്ങനെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്? ഇന്റേൺഷിപ്പ് ഉണ്ട്, ഇത്രയും പേർക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്, അതിന്റെ ഇടയ്ക്ക് മാമിന്റെ ഞാനൊരിക്കലും ഇതൊരു എന്താ പറയാ ഫ്ലോ ആയിട്ടാണ് കണ്ടത്. ഞാൻ എന്റെ ലൈഫിൽ ഒരുപാട് സൈക്കോളജിയാണ് ഉണ്ടായിട്ടുള്ളത്. ആസ് എ റിസൾട്ട് എന്നാലും ചില സമയത്ത് ബോർ ആവാറുണ്ട്. ലൈക്ക് മെന്റലി ഭയങ്കര സ്ട്രെസ് ഉണ്ടാവാക്കുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ ബ്രേക്ക് എടുക്കും. ഒന്നുമില്ലെങ്കിൽ ഞാൻ സിനിമ കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനൊരു യാത്ര പോകും. ഇങ്ങനെയൊക്കെയാണ് ചെയ്യാം. ഭയങ്കര മനുഷ്യന് സഹജമാണല്ലോ. എന്നാൽ തിരിച്ചു വരാനുള്ളൊരു എന്താ പറയാ ഒരു മാനദണ്ഡം ആക്കി വെക്കുന്നുണ്ട്. ആസ് എ റിസൾട്ട് ദ പേഴ്സൺ ഫുള്ളി എൻഗേജ് ഇൻ ആക്ടിവിറ്റി ഫീൽസ് ദാറ്റ് ടൈം ഹാഡ് പാസ്ഡ് ടു ക്വിക്ക്ലി. പെട്ടെന്ന് സമയം പോയ പോലെ. ഇതാണ് ഫ്ലോയുടെ എന്ത് components. Merging action and awareness, centering attention, low of ego, control of action and environment, demands for action and clear feedback, autolytic in nature, altered sense of. Okay ആണോ? ഓക്കെ ആണോ? എന്റെ കൂടെ ക്ലാസ് കേട്ടോണ്ടിരിക്കുക. നമുക്ക് ഫ്ലോയില് പഠിക്കണ്ടേ? ഫ്ലോയില് എങ്ങനെ പഠിക്കണം? ഓക്കെ ആണെന്ന് പറയാനായിട്ട് വന്നിരിക്കണതാ. എന്നെ ഇവിടുത്തെ ഇഗ്നോയിലൊരു സ്റ്റുഡന്റിന്റെ മോളുണ്ട്. അവളെന്നെ വിളിക്കുക ഓക്കെ മാം എന്നാ. അപ്പൊ ഓക്കെ മാം, അവളമ്മ അങ്ങനെ ഓക്കെ മാം എന്ന് പറഞ്ഞിട്ട് എന്നിട്ടിപ്പോ ഓക്കെ മാമിന്റെ വീട്ടിൽ പോവാം, നമുക്ക് ഓക്കെ മാമിന്റെ ക്ലിനിക്കിൽ പോവാം. ഇന്നലെ വന്നിരുന്നു ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നു. എന്നെ വിളിക്കലെന്ന് ഓക്കെ മാം. ഫ്ലോ ആൻഡ് എൻഗേജ്മെന്റ് ആർ ദ സെയിം? ഫ്ലോയും എൻഗേജ്മെന്റും സെയിം ആണോ? Can't contented engagement to be one of the element of flow? ഫ്ലോയുടെ ഒരു എലമെന്റ് മാത്രം നമ്മൾ എൻഗേജ് ആയിരിക്കാന്നാണ്. Staufli, Salnova, Gonzalez, Rockma, and Baker suggested that flow is the climax experience of an engagement. An engagement climax experience ആണ്.
അതായത് ഫ്ലോ ഇസ് ക്ലൈമാക്സ് എക്സ്പീരിയൻസ് ഓഫ് എൻഗേജ്മെന്റ് ക്ലൈമാക്സ് ആണ് ഫ്ലോ ലയിച്ചു പോവുക എന്നുള്ളത്. This argued that engagement is a positive psychology state of work that can be described by vigor, dedication and absorption. Flow in there are positive psychological state at engagement. Dedicated at absorb. Engagement can be a reflection of one's internal motivation at work. It can be referred to as a more persistent cognitive affective state as compared to flow, which can be specific transient peak experience. Engagement is a reflection of one's internal motivation. Internally motivated, more persistent cognitive affective state. Engagement. As compared to flow, flow specific, transient, peak experience. Peak experience. Flow. The most common difference cited between the two is temporality. While flow is a slightly more complex concept and includes various elements, it signifies a particular time-bound transient peak experience as compared to more conscient and extensive psychological state such as engagement. Common difference is temporality. Flow is slightly more complex concept and various elements and a particular time-bound flow in the variable. Engagement and the permanent voleana. The absorption dimension of engagement comes very close to it. Absorption, flow, engagement, flows. That is flow or bhagam engagement. That is flow or positive psychological state. Dedicated to absorb and sahayikkum. Engagement is internal motivation work. Or persistent cognitive affective state. Flow is specific and transient peak experience. Temporality. Flow is transient peak experience. Extensive psychological state. Flow. Extensive psychological state. Flow. Peak experience. Okay, Anna. Okay, Anna. Any flow and indigenous perspective. The concept of flow has parallels in Hindu philosophy of Karma Yoga, underlined in Hindu's sacred text Bhagavad Gita, Karma Yoga. Both flow and Bhagavad Gita propounded enjoying the journey of process of work itself. Work is enjoyment, enjoy your work, rather than being focused about end goal in order to experience inner satisfaction. End goal end goal Karma Yoga. Hindu concept. Bhagavad Gita. Any benefit of flow. End personal benefit. Stressed out. Work oriented. Flow. Although flow can be very personally and instantly rewarding experience, it has broader positive consequences. The two direct consequences of flow often discussed in literature are enjoyment and pleasurable absorbance. Pleasurable absorption. These two in turn can lead to a number of benefits for the person and in the work context. Personal work, benefit. The pleasurable absorption experience in the leisure and sports activities has been associated with many crucial outcomes in the work of arena, like enhanced interest in task, positive mood, in role and extra role of behavior. Organization spontaneity, overall physical as well as psychological well-being. That is, a pleasurable absorption experience, leisure and sport activities. Associated flow or sports, leisure activities, outcome interest in task, positive mood, extra role, role okay. Organization spontaneity. Spontaneous class. Overall physical as well as psychological well-being. uploading അതായത് ചെയ്യുന്ന ജോലിയിൽ ലയിച്ചു പോകുന്ന ഒരവസ്ഥയ്ക്കാണ് ഫ്ലോ എന്ന്. ഫ്ലോയുടെ ബെനിഫിറ്റ് മനസ്സിലായോ? മനസ്സിലായോ?
എനിക്ക് ഇവിടുത്തെ സ്റ്റാഫ്സും അങ്ങനെയായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. മായ പോയി, ഇപ്പൊ പുതിയ ആള് വന്നു ലക്ഷ്മി. ഞങ്ങളവിടെ നോക്കിയിട്ടുമാണ് എടുക്കുന്നത്. മായയൊക്കെ എനിക്കൊരു ജോലിയായിട്ട് ചെയ്യുന്ന പോലെ ഇതുവരെ തോന്നിയിട്ടില്ല. അവളതിനെ ഇങ്ങനെ ആസ്വദിച്ചിരുന്നിട്ടാണ് അപ്പൊ ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പം ഇനി എടുക്കാനുള്ള മൈൻഡ്ഫുൾനെസ് ആണ്, ഇന്ന് എടുക്കുന്നില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മൈൻഡ്ഫുൾനെസ് തീർക്കാം കേട്ടോ. പെട്ടെന്ന് തീരുന്നുണ്ട്. ഇനി വളരെ കുറച്ചേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ മാസം അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് ഒരു വീക്ക് ആകുമ്പോഴത്തേനും പോസിറ്റീവ് നമുക്ക് തീർത്തിട്ട് നെക്സ്റ്റ് എടുക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ the class was productive and informative. നമ്മൾ വീണ്ടും കാണും. നാളെ എൻവയോൺമെന്റിലാണ്. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ. Bye. Bye.